വർഷത്തെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിർവികാരത മാത്രമായിരുന്നു. കാത്തിരിക്കാൻ ആരുമില്ലാത്തവൾക്ക് ഇതല്ലാതെ മറ്റെന്ത് വികാരം തോന്നാനാണ്? ജയിലിൻ്റെ കവാടം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയപ്പോൾ ഒരുപാട് വർഷത്തിനു ശേഷം പുറം ലോകം കാണുന്നതുകൊണ്ട് തന്നെ ആർത്തിയോടെ ചുറ്റുപാടും കണ്ണുകൾ പാഞ്ഞു നടന്നു. തനിക്ക് പരിചയമുള്ള തന്നെ അറിയുന്ന ആരെങ്കിലും ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ണുകൾ കൊതിയോടെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷകളൊക്കെ ആസ്ഥാനത്താക്കിക്കൊണ്ടായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. ജയിലിന് പുറത്ത് ചുറ്റുപാടും കണ്ണോടിച്ച് കുറച്ചു സമയം നിന്നെങ്കിലും ഇനി എങ്ങോട്ട് പോകണമെന്ന് വ്യക്തമായൊരു ധാരണ അവൾക്കുണ്ടായിരുന്നു. കാത്തിരിക്കാൻ ആരുമില്ലെങ്കിലും സ്വന്തമായൊരു വീട് ഭദ്രയ്ക്കുണ്ട്. അവളുടെ അനിയേട്ടൻ സമ്പാദിച്ച വീട്. അയാളുടെ ഒരു ആയുസിൻ്റെ കഷ്ടപ്പാട് മുഴുവൻ ആ വീട്ടിലായിരുന്നു അയാൾ ചിലവഴിച്ചത്. നാട്ടിലേക്കുള്ള ബസ്സിൽ കയറിയിരിക്കുമ്പോൾ ബസ്സിൽ പരിചയക്കാർ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ എന്ന് ഓർക്കുമ്പോൾ ഭദ്രയ്ക്ക് ചെറിയൊരു വിറയൽ തോന്നി. പിന്നെ അവൾ മനസ്സിനെ ശാസിച്ചു. തെറ്റ് ചെയ്തവർ മാത്രമല്ലേ തലകുനിക്കേണ്ടതുള്ളൂ. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തനിക്കും തൻ്റെ മനസാക്ഷിക്കും അറിയാവുന്നിടത്തോളം കാലം ആരുടെ മുന്നിലും തലകുനിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. അവൾ തൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. ബസ്സിൽ നാട്ടിലിറങ്ങുമ്പോൾ അവിടെ നിൽക്കുന്ന പല കണ്ണുകളും തൻ്റെ നേരെയായി എന്ന് ഭദ്രയ്ക്ക് അറിയാമായിരുന്നു. എങ്കിലും ആരെയും തലയുയർത്തി നോക്കാനോ പരിചയം കാണിക്കാനോ ഭദ്ര ശ്രമിച്ചില്ല. കാരണം കാണുന്ന കണ്ണുകളിലൊക്കെ ഒന്നുകിൽ പരിഹാസമായിരിക്കും, അല്ലെങ്കിൽ പുച്ഛവും വെറുപ്പുമായിരിക്കും. ഇങ്ങനെ ഒന്നും തനിക്ക് കാണേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാലും അത് തന്നെ ബാധിക്കുന്ന വിഷയമല്ല. കുറച്ചു നേരത്തെ നടത്തത്തിന് ശേഷം ഒരിടവഴി കയറി അവൾ തൻ്റെ വീടിന് മുന്നിലെത്തി. മുറ്റത്തു നിന്ന് ആ വീട്ടിലേക്ക് നോക്കുമ്പോൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുക തന്നെ ചെയ്തു. ഈ വീട് അനിയേട്ടൻ്റെ ഒരു ആയുസിൻ്റെ ഫലം. തൻ്റെ സന്തോഷങ്ങളും സന്താപങ്ങളും ഒക്കെ കണ്ട ഇടം. കണ്ണുനീർ തുടച്ചുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കവറിൽ നിന്ന് വീടിൻ്റെ താക്കോൽ അവൾ കണ്ടെടുത്തു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അവിടെ കസേരയിൽ അനി ഇരിപ്പുണ്ട് എന്ന് അവൾക്ക് തോന്നി. കൊതിയോടെ അവൾ അവനടുത്തേക്ക് പാഞ്ഞു. പക്ഷെ അതൊരു സ്വപ്നം മാത്രമായിരുന്നു എന്ന് നിമിഷങ്ങൾക്കകം അവൾക്ക് ബോധ്യപ്പെട്ടു. എന്തിനാ അനിയേട്ടാ എന്നെ തനിച്ചാക്കി പോയത്? അതുകൊണ്ടല്ല ഞാൻ ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. ചുവരിലെ അവൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി അവൾ അലറിക്കരഞ്ഞു. അവരുടെ കൺമുന്നിൽ തങ്ങളുടെ പഴയകാലം അരങ്ങേറുകയായിരുന്നു. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചു പോയതുകൊണ്ട് തന്നെ വകയിലുള്ള ഒരു അമ്മാവൻ്റെ വീട്ടിലായിരുന്നു ഭദ്രയുടെ ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാൽ ആഡംബരത്തോടെയുള്ള ഒരു ജീവിതമൊന്നുമല്ല. കഴിക്കാൻ 3 നേരവും ആഹാരം കിട്ടും എന്നല്ലാതെ മറ്റൊരു യാതൊരു തരത്തിലുള്ള ആഡംബരങ്ങളും ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ 3 നേരമുള്ള ഈ ആഹാരം തന്നെ ഭദ്രയെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ വലിയൊരു കാര്യമായിരുന്നു. അതിനു പകരമായി അവളെക്കൊണ്ട് ആ വീട്ടിലുള്ള പണികളൊക്കെ ചെയ്യിക്കാൻ അമ്മായിക്ക് ഒരു മടിയുണ്ടായിരുന്നില്ല. ആ ചെറിയ പ്രായത്തിൽ തന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ അവൾ ആ വീട്ടിൽ ചെയ്യുമായിരുന്നു. ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കാൻ ഫീസിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടും നിർബന്ധിത വിദ്യാഭ്യാസം എന്നുള്ള സമ്പ്രദായം നിലനിൽക്കുന്നത് കൊണ്ടും 10ാം ക്ലാസ് വരെ അവൾ പഠിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞതോടെ പഠിപ്പിക്കാൻ ഒരുപാട് പണച്ചെലവാകുമെന്ന് കരുതി അവളുടെ പഠനം അമ്മാവൻ നിർത്തിച്ചു. എത്രയും പെട്ടെന്ന് അവളെ വിവാഹം കഴിപ്പിച്ച് ഒഴിവാക്കി വിടണമെന്ന് അമ്മായി നിരന്തരം അമ്മാവനോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ വർക്ക്ഷോപ്പ് പണിക്കാരനായ അനി ഒരിക്കൽ ഭദ്രയെ കണ്ടുമുട്ടി. ആരോരുമില്ലാത്ത അവന് അവളെ കണ്ടപ്പോൾ തൻ്റെ ഇനിയുള്ള ജീവിതത്തിൽ അവളൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹം തോന്നി. അവൻ തൻ്റെ ഇഷ്ടം അവളോട് തുറന്നു പറയുന്നതിന് മുൻപ് തന്നെ അവളുടെ വീട്ടിലാണ് അതിനെക്കുറിച്ച് സംസാരിച്ചത്. എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കി വിട്ടാൽ മതിയെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന വീട്ടുകാർക്ക് ഇതിൽ പരം നല്ലൊരവസരം കിട്ടാനുണ്ടായിരുന്നില്ല. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ അനിയും ഭദ്രയും തമ്മിലുള്ള വിവാഹം വീട്ടുകാർ നടത്തിക്കൊടുത്തു. ഭദ്രയ്ക്ക് അവനോട് അടുക്കാൻ ആദ്യമൊരു മടി ഉണ്ടായിരുന്നെങ്കിലും അവരുടെ ജീവിതം ഇനി അവനോടൊപ്പം സുരക്ഷിതമായിരിക്കുമെന്ന ബോധ്യം വന്ന നിമിഷം മുതൽ തൻ്റെ പ്രാണനെപ്പോലെ അവൾ അവനെ സ്നേഹിച്ചു തുടങ്ങി. പക്ഷെ പെട്ടെന്നൊരു ദിവസം വർക്ക്ഷോപ്പിൽ പോയ അനി തിരികെ വന്നില്ല. അവൻ്റെ വർക്ക്ഷോപ്പിലേക്ക് ഏതോ ഒരു വണ്ടി നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറി. മെഡിക്കൽ കോളേജ് ICUവിലാണ് അവനെന്നൊരു വാർത്തയാണ് അവൾ അറിഞ്ഞത്. അധികം വൈകാതെ അവൻ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു.
ഇനിയും അവൾ തങ്ങളുടെ ബാധ്യതയായി മാറുമെന്നുള്ള തോന്നൽ കൊണ്ടാവും അമ്മാവൻ പിന്നീട് ആ വഴിക്ക് വന്നില്ല. തൻ്റെ അധ്വാനം കൊണ്ട് അനിപണിത ആ വീട്ടിൽ അവൾ തൻ്റെ ദിവസങ്ങൾ തള്ളി നീക്കി. പക്ഷെ ഒരു ദിവസം രാത്രിയിൽ ആ വീടിൻ്റെ വാതിൽക്കൽ ആരോ മുട്ടി. ആ സമയത്ത് വീട്ടിൽ വന്നത് ആരാണ് എന്നൊരു ഭയമുണ്ടായിരുന്നുവെങ്കിലും ധൈര്യം സംഭരിച്ച് അവൾ വാതിൽ തുറന്നു. അനിയുടെ മുതലാളിയായ മനോഹരനെ കണ്ടപ്പോൾ അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. ആരുമില്ലാതിരുന്ന അനിക്ക് ഒരു സഹോദരൻ്റെ സ്ഥാനത്തായിരുന്നു മനോഹരൻ. പക്ഷെ അയാളുടെ നോട്ടവും ഭാവവും ഒന്നും ശരിയല്ല എന്ന് അവൾക്ക് തോന്നിയപ്പോൾ അവൾ അയാളെ പുറത്താക്കി വാതിലടയ്ക്കാൻ ശ്രമിച്ചു. നീ ഇങ്ങനെ പതിവ്രത ചമയുന്നത് കൊണ്ട് നിനക്ക് എന്ത് ലാഭമാണുള്ളത്? നീയൊന്ന് കണ്ണടച്ചാൽ നിന്നെ ഇവിടെ മഹാറാണിയായി വാഴിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അനി നിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ നിന്നെ ഞാൻ നോട്ടം ഇട്ടതാണ്. ഇപ്പം എന്തായാലും അവൻ ജീവനോടെ ഇല്ലല്ലോ. ഇനി വേണമെങ്കിൽ നിനക്ക് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാകില്ല. ഒരു വഷളൻ ചിരിയോടെ അയാൾ പറഞ്ഞപ്പോൾ അവൾക്ക് സങ്കടത്തേക്കാൾ ഉപരി ദേഷ്യമാണ് തോന്നിയത്. ഇങ്ങനെ ഒരുത്തനെ അനി വിശ്വസിച്ചിരുന്നു എന്ന് ഓർക്കുമ്പോൾ അവൾക്ക് അതിയായ വേദന തോന്നി. അനിയേട്ടൻ ജീവനോടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാളല്ലാതെ മറ്റൊരാളും എൻ്റെ ശരീരത്തിൽ തൊടില്ല. അതിന് ഞാൻ അനുവദിക്കുകയില്ല. ദേഷ്യത്തോടെ അവളത് പറയുമ്പോൾ അയാളുടെ മുഖം കുറച്ചുകൂടി ക്രൂരമായി. നീ ഇങ്ങനെ പതിവ്രതയായ ഭാര്യ ചമയുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് കിട്ടിയ അവസരത്തിൽ അവനെ ഞാൻ കൊന്നു തള്ളിയത്. എന്നിട്ടും നിന്റെ മനസ്സിൽ അവന് യാതൊരു മാറ്റവും വന്നിട്ടില്ലെന്ന് ഓർക്കുമ്പോൾ എനിക്ക് പുച്ഛം തോന്നുന്നു. അയാൾ പറഞ്ഞ വാക്കുകൾ അവളുടെ ഹൃദയം കീറി മുറിക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. താൻ എന്താ പറഞ്ഞേ? എൻ്റെ അനിയേട്ടനെ താൻ കൊന്നതാണെന്നോ? താൻ കേട്ടത് തെറ്റുപറ്റിയതാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി അവൾ ഒരിക്കൽ കൂടി ചോദിച്ചു. എന്തേ, ആ കാര്യത്തിൽ നിനക്ക് സംശയം വല്ലതുണ്ടോ? അവൻ വർക്ക്ഷോപ്പിൽ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞത് കൂടെ തന്നെയാണ് ഞാൻ കൂലിക്ക് ആളെ വെച്ച് വർക്ക്ഷോപ്പിലേക്ക് ആ ലോറി ഇടിച്ചു കയറ്റിയത്. എൻ്റെ ഭാഗ്യം കൊണ്ട് അവൻ അപ്പോൾ തന്നെ ചത്തു കിട്ടി. അത്രയും പറഞ്ഞ് അയാൾ ആർത്തു ചിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ചുറ്റും പാഞ്ഞു നടന്നു. ഒടുവിൽ അവളുടെ കയ്യിൽ തടഞ്ഞത് ഒരു വടിവാളായിരുന്നു. അതുകൊണ്ട് അയാളെ തലങ്ങും വിലങ്ങും വെട്ടി മുറിവേൽപ്പിക്കുമ്പോൾ തൻ്റെ അനിയേട്ടനെ ഉപദ്രവിച്ചവനോട് പ്രതികാരം ചെയ്തു എന്നൊരു തോന്നൽ മാത്രമാണ് അവൾക്കുണ്ടായിരുന്നത്. പോലീസ് അന്വേഷണം വന്നപ്പോൾ ചെയ്തതെല്ലാവരോടും തുറന്നു പറയാൻ അവൾക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. എല്ലാം എല്ലാവരോടും തുറന്നു പറഞ്ഞിട്ടും നാട്ടിൽ ഭർത്താവില്ലാത്ത സമയത്ത് അയാളുടെ കൂട്ടുകാരനെ വീട്ടിൽ വിളിച്ചു കയറ്റിയവൾ എന്നൊരു പേര് തനിക്കുണ്ട് എന്ന് അവൾക്ക് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു. ഓർമ്മകളിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഇനി എന്തു വന്നാലും ഈ നാട്ടിൽ നിന്ന് ഒരു ഒളിച്ചോട്ടമില്ല. പറയുന്നവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, താൻ ചെയ്തത് ശരിയാണെന്ന് തനിക്കറിയാം. ഇനിയുള്ള ജീവിതം ഇവിടെ തന്നെ, എൻ്റെ അനിയേട്ടൻ്റെ മണ്ണിൽ, അവൾ മനസ്സിലുറപ്പിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.